ഏവർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോളേ അത്താഴം മുതൽ തുടങ്ങിയാലോ നമുക്ക് വ്ളോഗിൽ. ഓ, ഇതിപ്പോൾ രാവിലെ കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത്. ബാക്കിയൊക്കെ അത്താഴത്തിൻ്റെ ഒക്കെ കേട്ടോ. ഇപ്പോൾ വെളിച്ചും വെട്ടമൊക്കെ വരട്ടേമായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഗതം ഒന്ന് ചെയ്യുമ്പോൾ ഒത്തിരി വെളിച്ചത്തിലൊക്കെ ചെയ്യാൻ വെച്ചിട്ടാണ് ഈ വെളിച്ചം വന്നപ്പോൾ ഞാൻ ചെയ്തിട്ട് അമ്മേ അപ്പത്തിനും എന്താ ഒരു ചൂട് തുടങ്ങി മക്കളെ, വല്ലാത്ത ചൂട് തുടങ്ങി. ഇനി എപ്പോഴാണോ മഴ പെയ്യുക. അപ്പം അത്താഴത്തിന് ഞാനും അല്ലൂസും ഇക്ക അവിടെ പല്ലൊക്കെ തേച്ചിട്ടിരിക്കുന്നുണ്ട്. എമ്മയും സനൂജിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ താഴെ വന്ന് പിന്നെ അല്ലൂസിന് മാന്തള പുറത്തൊന്നും വേണ്ട, എനിക്ക് മുട്ട വേണം രസത്തിന് പറഞ്ഞപ്പോൾ മുട്ട പൊരിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവനങ്ങനെ ആ ചോറ് കൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് ഞങ്ങളൊക്കെ വേവിച്ചത് മാന്തൾ പൊരിച്ചതും മുരിങ്ങക്കായ പരട്ട് കൂട്ടാനും രസവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് കുറച്ച് മുന്തിരിയൊക്കെ ചായ അവിടെ അടുപ്പത്ത് വെച്ചിക്കണ്. നമ്മൾ മുന്തിരിയൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചാലേ അപ്പോൾ ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഇത്തിരി തണുപ്പൊക്കെ നന്നായി ശരീരം ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നന്നായി വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ചായയൊക്കെ വെക്കണ ഇടയിൽ ഞാനിങ്ങനെ മുന്തിരിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇടയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചായ അങ്ങനെ വരെ പിന്നെ എന്താ പണി അല്ലേ. നമ്മളിങ്ങനെ ചായയൊക്കെ ആവട്ടെ വേണ്ടി ഇരുന്ന് ചിലപ്പോൾ ബാങ്കൊക്കെ കൊടുത്താലേ അങ്ങോട്ട് പിന്നെ അങ്ങനെ ചായയൊക്കെ അയക്കണം. അപ്പോൾ ചായയൊക്കെ ഇത്തിരി നന്നായി അത് അല്ലൂസിൻ്റെ ചായ കേട്ടോ. അപ്പോൾ ഇത്തിരി നന്നായി ചൂടൊക്കെ ആറ്റി കൊടുക്കട്ടെ അല്ലൂസിനല്ലേ പറഞ്ഞിട്ട്, ആളല്ലെങ്കിലേ ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ബനിയനൊക്കെ ഊരിയിട്ടിട്ടേ ഇരിക്കണം. അപ്പോൾ പിന്നെ ഇതും കൂടി ആയാലോ കൊണ്ട് ചായയൊക്കെ ആറി കൊടുത്തു. പിന്നെ അല്ലൂസിൻ്റെ അമ്മച്ചി ഉപ്പിയൊക്കെ വരുന്നു 3 പേര് കുടിക്കുകയാണ് ചായയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ എടുത്തിട്ട് ഞാനും ഇവിടെ പുറത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ എടുത്ത് കഴിക്കലും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ബാങ്കൊക്കെ കൊടുക്കണവരെ അങ്ങനെ ഇരുന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ മെല്ലെ കേട്ടോ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യുക. കുറച്ച് നേരമൊക്കെ കിടക്കും. പിന്നെ അങ്ങനെ കുറച്ച് ഒരു 7 മണി 8 മണിയായപ്പോൾ അപ്പോൾ തലേ ദിവസം അല്ലൂസിന് എഴുതാൻ പറ്റിയില്ല, കറണ്ടൊക്കെ പോയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി പിന്നെ അവരങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി. അപ്പം ശരി, അവരൊക്കെ പോയപ്പോൾ പിന്നെ തുടക്കാന്ന് വെച്ചിട്ട് തുടക്കുകയൊക്കെ കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ പറഞ്ഞിട്ട് തുണികളൊക്കെ അങ്ങോട്ട് മടക്കിയൊക്കെ വെച്ച് പിന്നെ കുളി നനയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു 3 മണി 3:30 ആകാനായപ്പോൾ വൈകുന്നേരം പണി തുടങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പും മാങ്ങയും ചാറ് വെക്കാൻ വെച്ചിട്ടോ അത്താഴത്തിന്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും കടലപ്പരിപ്പൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമുക്ക് ഉപ്പേരിക്കായിട്ട് ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും കൂടിയിട്ട് ഒരു ഉപ്പേരിയും വെക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ആദ്യം ഇടാം, പിന്നെ മുരിങ്ങക്കായ ഇട്ടു, പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് തോനെ വെള്ളം ഒഴിക്കണ്ട, എന്നാലും ഇത് വേവാനുള്ള കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് കുറവുള്ള ആൾക്കാർ അതിനനുസരിച്ച് ഇടാം. പിന്നെ 3/4 ടീസ്പൂണും മല്ലിപ്പൊടി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം, പിന്നെ ഉപ്പ് ഇടണം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇടാം കേട്ടോ. അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വേവിക്കാം. ഇവിടെ ഇരിക്കട്ടെ, വേവ് കട്ടാകും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഇഷ്ടവും അപ്പവും വയ്ക്കാം. വൈകുന്നേരത്തിന് നോമ്പ് തുറക്കന്നെ അത് വയ്ക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും ഇഞ്ചി അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചതാട്ടോ. അതിൽ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാൻ വെച്ചിട്ടോ. അപ്പോൾ തിളക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങോട്ട് തിളച്ച് വന്നു. അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് എന്തായാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചൊക്കെ ആയി അതൊക്കെ അങ്ങോട്ട് സെറ്റായി. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും കടലപ്പരിപ്പൊക്കെ വെന്തൊക്കെ വന്നിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ടിട്ട് 2 സ്പൂൺ മുളക് പൊടി ഇടാം. 2 സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ചിലവർക്ക് കൂടുതൽ വേണം, ചിലവർക്ക് കുറവ് വേണമല്ലോ. അപ്പോൾ
ഇതൊന്ന് വേവട്ടെ കൊണ്ട് വെച്ചു. പിന്നെ നമുക്ക് എന്താ അവിടെ ഉപ്പേരി ഏകദേശമൊക്കെ ആയിക്കണം. അപ്പോൾ ഇതൊന്ന് താളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറച്ച് കടുകൊക്കെ എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും കരിവേപ്പിലയും കൂടിയിട്ട് ആ എണ്ണയിലിട്ടിട്ട് നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തെ ഞാൻ ഉപ്പേരി എന്തായി എന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് നിർത്തി നമ്മുടെ കടലപ്പരിപ്പും മാങ്ങയും ചാറുകളൊക്കെ വെന്ത് വന്നിക്കണം. അപ്പോൾ അതിൽ തേങ്ങയൊക്കെ കൂട്ടി പിന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ടല്ലോ, ഉപ്പേരിയിൽ ഉള്ളിയൊക്കെ മൂത്തൊക്കെ കൊട്ടി പിന്നെ ചാറും അങ്ങോട്ട് താളിച്ചൊക്കെ വെച്ചു കേട്ടോ. പിന്നെ എന്താണ് നമുക്ക് ഇന്ന് ഓറഞ്ച് സർബത്ത് ഉണ്ടാക്കാൻ വെച്ചിട്ടോ കേട്ടോ. അപ്പോൾ അതിൽ ഈ ഓറഞ്ചൊക്കെ തൊലിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളയാൻ വെച്ചിട്ട് പിന്നെ ആ വെളിയിൽ ആ ഓറഞ്ചിൻ്റെ ഇങ്ങനെ മേൽഭാഗത്ത് കണ്ടോ ആ വെള്ള പോലെ അതൊക്കെ എടുത്തു കളഞ്ഞാൽ അത്രയ്ക്ക് കശപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയിക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോഴത്തേനും. അപ്പോൾ അങ്ങോട്ട് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിൽ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ ഓറഞ്ച് ഉണ്ടല്ലോ അതിട്ടു. ഒരു ജാറൊക്കെ എടുത്ത് അതിലൊക്കെ ഇട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇടാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ മധുരം കുറവ് വേണം, ചിലർക്ക് കൂടുതൽ വേണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. പിന്നെ നമ്മൾ നന്നായി അടിച്ചെടുക്കലൊക്കെ കഴിഞ്ഞ് അതൊന്ന് അരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അരിച്ചൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഈ ഓറഞ്ച് കുറച്ച് പുളി കുറവ് പോലെ ഉണ്ട്. അപ്പോൾ രസം ഉണ്ടാവില്ലായിരിക്കും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞു. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പിന്നെ ഒത്തിരി ഐസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്നൊക്കെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ സർബത്താണെങ്കിൽ നല്ല കട്ടി കേട്ടോ. ചിലവിടെ കിട്ടുന്നത് ഭയങ്കര ലൂസായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ എടുത്തിട്ട് നന്നായി അടിയിലിങ്ങനെ പതിഞ്ഞ് കിടക്കണം. അപ്പോൾ അതിനൊക്കെ എടുത്ത് നന്നായിട്ട് ഇളക്കിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചു. ഇനി ബാങ്കൊക്കെ കൊടുത്തേട്ടേന്ന്. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് പിന്നെ ഒരു ചമ്മന്തി അരക്കാൻ വെച്ചിട്ട് അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉണക്കമുളകൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് നന്നായി ഒന്ന് വറുത്തെടുത്ത് അതിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് അതിലിട്ടുണ്ടാകും കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങോട്ട് മൂത്ത് അതൊക്കെ പിന്നെ ചൂടാറാൻ വെച്ച് പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുത്ത് അവിടെ സെറ്റാക്കി. അപ്പോൾ അത്താഴത്തിന് ചോറൊക്കെ വെച്ച് അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ അല്ലൂസിന് നാഷ്ട അങ്ങോട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ കഴിക്കണുള്ളൂ. പിന്നെ അല്ലൂസിന് ഇന്ന് ചോറ് മതി അത്ര, അല്ലെങ്കിൽ നാഷ്ട മതി പറയുന്ന ആളാണ്. ഇന്ന് ചോറ് തന്നെ വേണമെന്ന് ഒരു വാശി. അപ്പോൾ അങ്ങോട്ട് ചോറൊക്കെ ശരിയായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ പരീക്ഷയൊക്കെയല്ലേ വരുന്നത്, ഇനിയിപ്പോൾ പിന്നെ പഠിപ്പിക്കാനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. വേഗം ചോറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ അങ്കൂസ് പഠിക്കുക കേട്ടോ, പരീക്ഷയൊക്കെയല്ലേ വരുന്നത്. അപ്പം കുട്ടി നല്ല കുട്ടിയായിട്ട് ഇവിടെ പഠിക്കുക കേട്ടാ പരീക്ഷയ്ക്കുള്ളത്. അപ്പം ഇനി ടാറ്റ പറ അങ്കൂസ. ഇനി കാണുന്നവർക്ക് ടാറ്റാ.